Good evening, Start here. everyone. We are delighted to offer a hearty welcome to everyone gathered here. First of all, thank you all for taking out of time from your busy schedule. First, I invite Mr. Saiju Xavier, KCTU General Secretary of Ernakulam District for welcome speech. ഹലോ ഗുഡ് ഈവനിങ്. ഹലോ കേൾക്കാലല്ലേ? യെസ്. ഇന്ന് വളരെ മനോഹരമായ ഈ സായാഹ്നത്തിൽ ഇന്ന് ഉറവിന്റെ തീരത്ത് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഇന്ന് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ എറണാകുളം KCTUവിന്റെ പ്രസിഡന്റ് ഡോക്ടർ പി ജോസഫ് സാറിനെയാണ്. സാറിന്റെ എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ ഭാഷയിൽ എല്ലാ ആദരവോടും കൂടി സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ നെടുന്തൂണും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കും നമ്മുടെ KCTUവിന്റെ ചെറുപ്പക്കാരനുമായ നമ്മുടെ ട്രഷറർ പോൾ സാറ് നമ്മുടെ മുമ്പിൽ ചിരിച്ചിരിപ്പുണ്ട്. സാറിനെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ KCTUവിന്റെ ഈ ഉറവിന്റെ ഇതിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഇന്ന് എല്ലാവരും അക്ഷയമരായിട്ട് കാത്തിരിക്കുന്ന ഇന്ന് ഈ വിഷയം പീസ് ആൻഡ് ഹാപ്പിനെസ് സോൾഡ് ഹിയർ എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മളോട് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ബോബി ജോസ് സാറിനും എല്ലാവരുടെയും പേരിൽ എല്ലാ ആദരവോടും കൂടി സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഈ മീറ്റിംഗിൽ വളരെ പ്രശസ്തരായ അനവധി പേര് നമുക്കിന്ന് ഇവിടെ സന്നിഹിതരാണ്. സഹയാത്രികയുടെ പ്രസിഡന്റായിട്ടുള്ള തഹസീൻ മാഡം ഉണ്ട്. പോസിറ്റീവ് കമ്മ്യൂണും നമ്മുടെ ജോയിന്റ് പ്രസിഡന്റുമായിട്ടുള്ള പ്രസാദ് സാറുണ്ട്. മറ്റേ നമ്മുടെ ജോൺ ബേബി സാറുണ്ട്. മറ്റ് നമ്മുടെ ഇന്നത്തെ തിരക്കിന്റെ ഇതുമൂലം ഇവിടെ നിന്ന് എത്താൻ സാധിക്കാത്ത SF ഫാസിൽ സാറുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ MC ചെയ്യുന്ന നമ്മുടെ ജാസ്മിൻ ജമാൽ മാഡത്തിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയുന്ന ജയശ്രീ മാഡം ഉണ്ട്. ജയശ്രീ മാഡത്തിനെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ജോയിന്റ് കൺവീനറായിട്ട് ഇന്ന് സ്ഥാനം ഏറ്റിരിക്കുന്ന നമ്മുടെ ചന്ദ്രിക മാഡം ഇന്ന് വളരെ ഊർജ്ജസ്വലയാണ്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന മാഡത്തിനെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി. Thank you, Saiju sir. Thank you, sir. Next, I invite Dr. P.V. Joseph, KCTU President of Ernakulam District for delivering presidential address. Thank you. Respected resource person, Bobby sir, Treasurer Paul Padayati, Thasin Zakir, Saiju, Matthew Echa, അതുപോലെ തന്നെ കോർഡിനേറ്റർ ചന്ദ്രകല മാഡം, ജയശ്രീ ടീച്ചർ, പ്രസാദ് സാർ, എല്ലാവരുടെയും പേര് പറയുന്നില്ല, ജാസ്മിൻ. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ഇത് 73rd വെബിനാറാണ്. ഒരു വെബിനാർ തുടങ്ങി 73 ആകുമെന്ന് പറയുന്നത് അല്ലേ? വെബിനാറുകൾ പലരും തുടങ്ങി പലരും നിന്നുപോയി എന്നുള്ളതാണ്. പക്ഷെ ഇതിപ്പോഴും കണ്ടിന്യൂസ് അങ്ങനെ പോകുന്നു. 73 74 75 ആകുമ്പോഴേക്കും നമുക്കൊരു കളർഫുള്ളായിട്ടൊരു ഫംഗ്ഷൻ ആക്കണം. പുതിയ 2-3 ഗസ്റ്റുകളൊക്കെ വിളിച്ച് അടിപൊളിയാക്കി നടത്തണം. നിങ്ങളെല്ലാം ഉണ്ടാവണം എന്ന് ഇപ്പോഴേ നേരത്തെ കൂട്ടി എല്ലാവരും ക്ഷണിക്കുകയാണ്. KCTU എറണാകുളം ജില്ല നടത്തിവരുന്ന വെബിനാറിലേക്ക് സ്വാഗതം. 75ാമത് വെബിനാറിലേക്ക് ഇപ്പോഴേ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. വാക്ക് വിത്ത് മാസ്റ്റേഴ്സ് എന്നുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, പെയ്ഡ് പ്രോഗ്രാം ഉള്ളത് അറിയാമല്ലോ. അത് 5 ദിവസം നീട്ടിയ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ഗ്യാപ്പ് പിന്നെ ന്യൂ ഇയർ ആയി, ക്രിസ്മസ് ആയി. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമുക്ക് റെസ്യൂം ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ 73ാമത്തെ വെബിനാറിലേക്ക് എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് രസകരമായ ടോപ്പിക്കാണ് അല്ലേ? ഹാപ്പിനെസ്സും പീസും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അദ്ദേഹം, ബോബി സാറ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെല്ലാം വന്നിരിക്കുന്നത്. കുറച്ച് പേര് വൈകിട്ടുന്നവരൊക്കെ വന്നോളൂ. അപ്പോൾ ഇത് ആർക്കാ വേണ്ടാത്തത്? എല്ലാവർക്കും വേണം. നന്ദി വേണോ അല്ലേ? കാശ് വേണോന്ന് വെച്ച പോലെ നന്ദി മതി എന്ന് പറഞ്ഞ പോലെ ഇത് നമുക്ക് പണം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. സമാധാനം വേണം, സന്തോഷം വേണം. ഇതാണ് ഏറ്റവും അത്യന്തികമായിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടി വരിക. അപ്പോൾ അതിനുള്ള ചില സൂത്രങ്ങളും സ്ട്രാറ്റജിയൊക്കെ ആയിരിക്കും അദ്ദേഹം ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം പറയാൻ റെഡിയായിട്ട് ഇവിടെ
ജയശ്രീ മാഡം നിപ്പുണ്ട്. എന്തായാലും മുത്തൂറ്റിന്റെ ട്രെയിനറാണ് അദ്ദേഹം. മെയിൻ അവിടുത്തെ ചീഫ് ട്രെയിനർ തന്നെയാണ്. താമസം കങ്ങരപ്പടി, നമ്മുടെ എറണാകുളം ജില്ലക്കാരനാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് പോസിറ്റീവ് കമ്മ്യൂണിന്റെ സ്പീച്ച് കോൺടെസ്റ്റ് നടന്നപ്പോഴത്തേക്കും അതിൽ പങ്കെടുത്ത, അതിൽ ഒരു മത്സരാർത്ഥിയായിട്ട് വന്ന അദ്ദേഹത്തെ ഞാൻ തന്നെ കണ്ടുവച്ചു. പറഞ്ഞിരുന്നു പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഫെസിറ്റിവിന്റെ ഉറവിൽ വരണം എന്ന് വരാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ആ ബന്ധത്തിൽ നിന്നാണ് ഇന്നത്തെ പ്രോഗ്രാമിലൊക്കെ സംബന്ധിച്ചത്. അദ്ദേഹത്തെ പ്രത്യേകം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓവർ ടു ജാസ്മിൻ മാഡം. Thank you, sir. Next, I would like to welcome Srimati Jayasree for introducing the resource person. Hearty welcome, ma'am. Thank you, Jasmine. Good evening, all. KC2 ഇന്നത്തെ ട്രെയിനറായിട്ടിരിക്കുന്നത് ബോബി ജോസ് സാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മുത്തൂറ്റ് മിനി ഫിനാൻസിലെ ട്രെയിനിങ് സെഷന്റെ സീനിയർ മാനേജറായി വർക്ക് ചെയ്യുന്ന ബോബി സാറിനെ പരിചയപ്പെടുത്താവുന്ന കർത്തവ്യത്തിലോട്ട് ഞാൻ കടക്കട്ടെ. ബോബി ജോസ് സാർ ഗ്രാജുവേറ്റ് ഇൻ എക്കണോമിക്സ്, സൈക്കോളജിസ്റ്റ് ആണ്. MA സൈക്കോളജി ഫ്രം IGNO, postgraduate diploma in counseling, TAP ഫൗണ്ടേഷൻ ബാംഗ്ലൂരിന്റെ സർട്ടിഫൈഡ് ട്രെയിനറും കൂടിയാണ് ബോബി ജോസ് സാർ. കേരളത്തിലുടനീളം 100ഓളം സ്കൂളുകളിലായിട്ട് ക്രിയേറ്റീവ് മെമ്മറി ആൻഡ് ലേണിംഗ് ടിപ്സ് എന്നതിൽ ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ്സിലും ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ മെമ്മറി കിട്ടുന്ന കാര്യങ്ങൾ സാറ് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ സ്കൂളിലും കോളേജസിലുള്ള ടീച്ചേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ സാർ മാരേജ് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, പാരന്റിങ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. 20ഓളം വർഷത്തോളമായിട്ട് യോഗ പ്രാക്ടീഷണറും കൂടിയാണ് സാർ. ബോബി ജോസ് സാറിന്റെ ഇന്നത്തെ പീസ് ആൻഡ് ഹാപ്പിനെസ് സോൾ ഇയർ എന്ന ക്ലാസ്സിലെ വിലയേറിയ വാക്കുകൾക്കായിട്ട് കാതോർത്തിരിക്കുന്നു. താങ്ക് യു സർ. Thank you, ma'am. Next, it's an honor to welcome our Honorable Chief Guest, Mr. Bobby Jose, Sir Manager, Training, Muthoot Mini Francis Limited. I invite you, sir. Thank you. Thank you all. എല്ലാവർക്കും നന്ദി. എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എറണാകുളം സ്വദേശി തന്നെയാണ്. ബേസിക്കലി ഫ്രം പാലാ രാമപുരം, പക്ഷെ എറണാകുളത്ത് സെറ്റിൽഡ് ആണ്. ഇതിൽ പരിചയമുള്ള നാല് പേരുകളുണ്ട് എനിക്ക് പരിചയമുള്ളത്. അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും പുതിയവരാണ്. ഓക്കെ, സോ എല്ലാവരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. ചില മുഖങ്ങളൊക്കെ കാണാം, ഹാപ്പി മുഖങ്ങളാണ്. അപ്പൊ ഹാപ്പിനെസ് വിൽക്കപ്പെടുന്നു എന്നുള്ള ഇത് കണ്ടിട്ടാണ്. അപ്പം ചിലരെ ഇനിയും കൂടുതൽ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ? ചിലർ ഹാപ്പി ആയിരിക്കത്തില്ല. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം. All right, so I will just share the PPT, the starting one. Slide visible ആണെന്ന് വിശ്വസിക്കുന്നു. കാണാമല്ലോ അല്ലേ? Okay. Right. So happiness for sale. ഒരു മോളില്, ലുലു മാള് പോലെ ഒരു മോളില്, ഒരു ഷോപ്പിന്റെ ഫ്രണ്ടില് എഴുതി വെച്ചിരിക്കുകയാണ്, പീസ് ആൻഡ് ഹാപ്പിനെസ് ആർ സോൾഡ് ഹിയർ. സന്തോഷവും സമാധാനവും ഇവിടെ വിൽക്കപ്പെടുന്നു. ഒരാൾ വന്ന് ചോദിച്ചു, ഈ സമാധാനത്തിന് എന്ത് വിലയാണ്? ഹൗ മച്ച് ഈസ് ദിസ് പീസ് ഫോർ? അപ്പൊ സാധാരണ നമ്മളിപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ കാണാമല്ലോ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കാണാറുണ്ടല്ലോ അല്ലെ? പക്ഷെ ഈ കടക്കാരൻ അങ്ങനെയല്ല പറഞ്ഞത്. കടക്കാരൻ പറഞ്ഞു ബോത്ത് ആർ ഓൺ ദ ഹൗസ് എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ ഫ്രീ, രണ്ടും ഫ്രീ ആണെന്നാ പറഞ്ഞത്. സന്തോഷവും സമാധാനവും ഫ്രീ ആണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, if you are aware of your thoughts, feelings and actions, you can lead a happy and peaceful life.
നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും അവബോധമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന്. So here, awareness. If you are aware of your thoughts, feelings and actions, you can lead a happy and peaceful life എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറയാൻ കാരണം മിക്കപ്പോഴും നമ്മളുടെ ചിന്തകളെക്കുറിച്ചോ വികാരങ്ങളെക്കുറിച്ചോ ഈവൻ പ്രവൃത്തികളെക്കുറിച്ചോ നമുക്ക് അവബോധം ഉണ്ടാകാറില്ല. പ്രത്യേകിച്ചും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ. I'll just stop sharing so that I can see you guys. ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഓർമ്മ വരികയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വനിത ഒരു പുരുഷനെ വെടിവെച്ച് കൊന്നു എന്നുള്ള ന്യൂസ്. A lady shot a man to death. മരിച്ച വ്യക്തിയുടെ വിവാഹം അടുത്ത ദിവസമായിരുന്നു. വിവാഹത്തിന്റെ തലേ ദിവസമാണ് സംഭവിച്ചത്. വെടിവെച്ച് കൊന്നത് ഈ പ്രതിശ്രുത വരന്റെ അമ്മയാണ് വെടിവെച്ച് കൊന്നത്. ശരിക്കും നടന്ന സംഭവമാണ്. നമുക്ക് തോന്നുന്നുണ്ടോ ആ അമ്മക്ക് ആ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവബോധം ഉണ്ടായിരുന്നു എന്ന്? ഡു യു തിങ്ക് ദാറ്റ് ഷീ വാസ് അവെയർ ഓഫ് വാട്ട് ഷീ ഡിഡ്? നോട്ട് റിയലി. എന്തോ കാര്യം തർക്കം വന്നു, അരിശം വന്നു, പെട്ടെന്ന് വിദേശത്തെ കാര്യമാണ്, പെട്ടെന്ന് വാനിറ്റി ബാഗിൽ നിന്ന് തോക്കെടുത്തു, aimed at her son and shot him to death. തോക്കെടുത്തപ്പോഴോ കാഞ്ചി വലിച്ചപ്പോഴോ she was not aware what she was doing. മിക്കപ്പോഴും അതാണ്, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും മിക്കപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകാറില്ല. ഒരു കഥയും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രായമുള്ള ഒരു സന്യാസിയുടെ കഥയാണ്. ഹി വാസ് വെരി ഫേമസ് ഫോർ ഹിസ് കൂൾ ഹെഡഡ് നേച്ചർ. അങ്ങനെയൊന്നും അരിശം വരുന്ന വ്യക്തിയല്ലായിരുന്നു, വളരെ കൂളായിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അവിടുത്തെ യുവാക്കളെല്ലാം കൂടെ തീരുമാനിച്ചു ഈ സന്യാസിയെ ഒന്ന് അരിശപ്പെടുത്തണം. അവര് പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ സന്യാസിയെ അരിശപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ അവര് കൊട്ടേഷൻ എടുത്തു. മട്ടാഞ്ചേരി പോയി ഒരു ഗുണ്ടയെ വാടകയ്ക്ക് എടുത്തിട്ട് പറഞ്ഞു സന്യാസിയെ അരിശപ്പെടുത്തണം. സന്യാസി നദിയിൽ കുളിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഗുണ്ട പോയി സന്യാസിയുടെ മുഖത്ത് തുപ്പി ഒഴിച്ചു. He spat on the monk's face. സന്യാസി അരിശപ്പെടുന്ന വ്യക്തിയല്ലല്ലോ, അദ്ദേഹം ഒന്നും ചെയ്തില്ല. സൗമ്യനായിട്ട് നദിയിൽ വീണ്ടും പോയി മുങ്ങിയിട്ട് കയറി വന്നു. വീണ്ടും ഈ ഗുണ്ട തുപ്പി ഒഴിച്ചു സന്യാസിയുടെ മുഖത്ത്. വീണ്ടും സന്യാസി നദിയിൽ പോയി മുങ്ങിയിട്ട് തിരിച്ചു വന്നു. ഇറ്റ് കെപ്റ്റ് ഓൺ ഹാപ്പനിങ്. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഈ യുവാക്കൾ ഇതെല്ലാം ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവർക്കും കുറ്റബോധം തോന്നി. അവരും വന്ന് സന്യാസിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞു, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അങ്ങേക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ സന്യാസി പറഞ്ഞ ഉത്തരം ഇതാണ്. ഹി ആൻസേർഡ് ഇൻ ഇംഗ്ലീഷ്, ആഫ്റ്റർ ഓൾ ഹി ഈസ് എ ചൈൽഡ്. അവൻ വെറും കുട്ടിയല്ലേ, ശിശുവല്ലേ, പറഞ്ഞാൽ അവൻ അറിയാതെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കഥ ഓർത്തിരിക്കുകയാണെങ്കിൽ മിക്കപ്പോഴും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ആൾക്കാർ നമ്മൾക്കെതിരായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കഥയെന്ന് ഓർത്തിരുന്നാൽ മതി. ആഫ്റ്റർ ഓൾ ഹീസ് എ ചൈൽഡ്. അവൻ വെറും കുട്ടിയല്ലേ. ഏതൊരു സിനിമയ്ക്കകത്ത് മോഹൻലാൽ ഈ ഡയലോഗ് പറയുന്നുണ്ടല്ലേ വില്ലനോട്, നിനക്കൊന്നും അറിയത്തില്ല, നീ വെറും ശിശുവാണെന്ന്. അതുപോലെയാണ് ഈവൻ ജീസസ് കുരിശിൽ കിടന്നുകൊണ്ട് യേശുവും പ്രാർത്ഥിക്കുന്ന ഇതാണല്ലേ, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഫാദർ, ദേ ഡു നോട്ട് നോ വാട്ട് ദേ ഡു, ഫർഗീവ് ദം. അപ്പോൾ മിക്കപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വരുമ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകാറില്ല. വൺ മോർ എക്സാമ്പിൾ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 28 വർഷം, 96, 28 വർഷമാകുന്നു.
ഭാര്യയുമായിട്ട് പലപ്പോഴും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. നമ്മളിൽ വിവാഹിതരായിട്ടുള്ള എത്രയുണ്ട്? വീഡിയോയിലുള്ളവരൊന്ന് കൈവെക്കാം കേട്ടോ. വിവാഹിതരായിട്ടുള്ളവരൊന്ന് കൈവെക്കാമോ? ഓക്കെ. ചിലരൊക്കെ സന്തോഷത്തോടെ കൈവെക്കി, ചിലർ സങ്കടപ്പെട്ട് കൈവെക്കി. ഓക്കെ, ഹാപ്പിയാണ്. ഗുഡ്. ഇപ്പൊ വിവാഹ ജീവിതത്തിൽ തർക്കങ്ങളൊക്കെ വരാറുണ്ടല്ലോ അല്ലെ? വഴക്കുണ്ടാകാറുണ്ടല്ലോ അല്ലെ? വഴക്കില്ലേലാണ് പ്രശ്നം. കാരണം ഒത്തിരി വ്യത്യാസമുണ്ട് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ. ഞാനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾ ചിലർ അറിയുന്നതായിരിക്കും. PM ചാക്കോ സാർ UC കോളേജിലെ പ്രൊഫസറായിരുന്നു. ഒരു വർഷം കൊണ്ട് മുമ്പെങ്ങാണ്ടാണ് മരിച്ചതെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം പറഞ്ഞതാണ്, there are around 2200 plus differences between a man and woman. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ 2200 ചില്ലാനും വ്യത്യാസങ്ങളുണ്ടെന്ന്. ഫിസിക്കലി, ഇമോഷണലി, മെന്റലി വ്യത്യാസങ്ങളുണ്ടെന്ന്. അപ്പം ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഞാനും എൻ്റെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കാറുണ്ട്. അപ്പൊ ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും, ചിലപ്പോൾ എൻ്റെ ഭാര്യയുടെ തെറ്റായിരിക്കും. എൻ്റെ ഭാര്യയുടെ പേര് നിങ്ങൾ ആരെങ്കിലും ഊഹിച്ച് പറയാൻ പറ്റുമോ? എൻ്റെ പേര് ബോബി എന്നാണെന്ന് പറഞ്ഞല്ലോ അല്ലെ? എൻ്റെ ചില റിലേറ്റീവ്സ് എന്നെ ബോബ് എന്ന് വിളിക്കാറുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് മോളി. ഓക്കെ, വിൻസെന്റ് സാർ ഓൾറെഡി പറഞ്ഞു മോളി എന്ന്. എക്സാക്ട്ലി, വൈഫിന്റെ പേര് മോളി എന്നാണ്, ബോബിനും മോളി. പേര് മറക്കത്തില്ലല്ലോ അല്ലെ? അപ്പൊ ഞങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ ചിലപ്പം എൻ്റെ തെറ്റാണ്, ചിലപ്പം മോളിയുടെ തെറ്റായിരിക്കും. ഈ തർക്കം നടക്കുമ്പോൾ എപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഇത് എൻ്റെ തെറ്റാണ്, അപ്പൊ ഞാൻ തർക്കിക്കുന്നത് നിർത്തും, ഞാൻ എൻ്റെ പത്തി താത്തും. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ബീയിങ് അവെയർ ഓഫ് അവർ മിസ്റ്റേക്സ് ഓർ ബീയിങ് അവെയർ ഓഫ് അവർ നെഗറ്റീവ് ഫീലിങ്സ് ഓർ സ്പീച്ച് ഓർ ആക്ഷൻസ്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. എനിക്കൊരു 7:50 ആകുമ്പോഴെങ്കിലും നിർത്തണം. എനിക്ക് എൻ്റെ മോളെ പിക്കപ്പ് ചെയ്യാൻ പോകണം. അതങ്ങ് ചെമ്പരക്കിയിലാണ്. 8:45 അവിടെ ചെല്ലണം. ഇതാണ്. ലെറ്റ്സ് കണ്ടിന്യൂ. ഇതുവരെ എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ എനി കമന്റ്സ് ഫീൽ ഫ്രീ ടു. ഓക്കെ, കൈ പൊക്കിയിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ PPT. എലിസബത്ത് മാഡം എന്തെങ്കിലും പറയാനുണ്ടോ? കൈ പൊക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫീൽ ഫ്രീ ടു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല, ചോദിക്കാം. അത് നേരത്തെ കൈവക്കാൻ പറഞ്ഞപ്പം ചെയ്തതേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. സോ വി വർ ഹിയർ. So we are talking about mindfulness. Awareness, mindfulness എല്ലാം റിലേറ്റഡ് വാക്കുകളാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർണത എന്ന് വേണേൽ പറയാം, പ്രകാശപൂർണമായ ബോധം എന്ന് വേണേൽ പറയാം, അറ്റൻറ്റീവ്നെസ്, മൈൻഡ്ഫുൾനെസ്. അതിന്റെ ഒരു ഡെഫിനിഷൻ വേണേൽ എങ്ങനെയാകാം. മൈൻഡ്ഫുൾനെസ് ഈസ് ദ അവയർനെസ് ദാറ്റ് അറൈസസ് ത്രൂ പേയിങ് അറ്റൻഷൻ ഓൺ പേർപ്പസ് ഇൻ ദ പ്രസന്റ് മോമെന്റ്, നോൺ ജഡ്ജ്മെന്റലി. ജോൺ കബാത്ത് സിന്നിന്റെ ഡെഫിനിഷൻ ആണ്. എന്ന് പറഞ്ഞാല് മലയാളത്തിൽ ഞാനത് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തേക്കുന്നത്. മുൻവിധികളില്ലാതെ എന്ന് പറഞ്ഞാല് പ്രീ കൺസീവ്ഡ് നോഷൻസ് ഒന്നും ഇല്ലാതെ ബോധപൂർവം ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ ശ്രദ്ധ കൊടുക്കുന്നത് വഴി ജനിക്കുന്ന അവബോധമാണ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ നമ്മുടെ അറിവോടെ വർത്തമാനകാലത്തെ നിരീക്ഷിക്കുന്നത് വഴി വളർന്നു വരുന്ന ആ അവബോധത്തിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാവുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. ഇറ്റ്സ് ഓൾ അബൌട്ട് അവയർനെസ്, അവബോധമാണ്. Shall I go to the next one? I am going ahead. ഇത് പിക്ചർ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ അല്ലെ? എന്താണ് ഇവിടെ നടക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. തല നിറയെ ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, തല നിറയെ ഒരു കാര്യങ്ങളാണ്, അത് മനസ്സിലായി. വേറെ വല്ലതും? ശ്രദ്ധിക്കാനൊന്നുമില്ല. പട്ടി അവിടെ നാട്ടിൽ കാണുന്നതെല്ലാം അത് കാണുന്നുണ്ട്. ഓക്കെ, ചിന്തകളൊന്നുമില്ല. ഓക്കെ. ഒരാള് പട്ടിയെ കൊണ്ട് നടക്കാൻ പോവുകയാണ്. മോർണിംഗ് വാക്കോ ഈവനിങ് വാക്കോ അല്ലാണ്. അയാള് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ വറി ചെയ്യുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിയോ? പട്ടി ഈസ് ഇൻ ദ പ്രസന്റ്, വർത്തമാന കാലത്തിലാണ്, ഹിയർ ആൻഡ് നൗ. പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്, മരങ്ങളും സൂര്യനെയും ഒക്കെ കാണുന്നുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ. ഈസ് അവർ മൈൻഡ്ഫുൾ ഓർ ആർ വി മൈൻഡ്ഫുൾ? നമ്മുടെ മനസ്സ് നിറയെ പല കാര്യങ്ങളാണോ, അതോ നമ്മള്
അവബോധത്തോടെയാണോ നമ്മൾ ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നമുക്ക് ചെല്ലാവുന്ന ഒരു നല്ല കോട്ടാണ് ഇത്, അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒരു പ്ലഡ്ജ് ആണ്. ഐ ഷാൽ ബറി ദ ഡെഡ് പാസ്റ്റ്, നോട്ട് വറി അബൌട്ട് ദ അൺബോൺ ഫ്യൂച്ചർ, ബട്ട് ലിവ് ആൻഡ് എൻജോയ് ദ റിയലിസ്റ്റിക് പ്രസന്റ്. മിക്കപ്പോഴും നമ്മൾ ഭൂതകാലത്തെ കുറിച്ച് ഓർത്ത് ടെൻഷനാണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന സൈക്കോളജിക്കൽ വേർഡ് വേണേൽ പറയാം. ഭാവിയെ കുറിച്ച് ഓർത്ത് നമ്മൾ ആങ്ഷ്യസും ആയിട്ടിരിക്കും, ആങ്ഷൈറ്റിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് വി നീഡ് ടു സീൽ ദ ഡെഡ് പാസ്റ്റ്. ഓക്കെ, മരിച്ചുപോയ ഭൂതകാലത്തെ കുഴിച്ചിടുക. നോട്ട് വറി അബൌട്ട് ദി അൺബോൺ ഫ്യൂച്ചർ, ജനിക്കാത്ത ഭാവിയെ കുറിച്ച് ഓർത്ത് ആങ്ഷൈറ്റി വേണ്ട, വ്യാകുലത വേണ്ട. ബട്ട് ലിവ് ആൻഡ് എൻജോയ് ദ റിയലിസ്റ്റിക് പ്രസന്റ്. ഓക്കെ, യാഥാസ്ഥികമായിട്ടുള്ള വർത്തമാനകാലം ജീവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക. ഈ സമയം നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ല, ലിവിങ് ഇൻ ദ പ്രസന്റ്, വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം അവിടെ അതാണ് നമ്മൾ ചെയ്യേണ്ട. മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് വേറൊരു ഡെഫിനിഷനാണ്. മൈൻഡ്ഫുൾനെസ് ഈസ് എ പ്രോസസ് വെയറിൻ യു ആർ കോൺഷ്യസ്ലി അവെയർ ഓഫ് വാട്ട് യു ആർ തിങ്കിങ്, ഫീലിംഗ് ആൻഡ് സെൻസിങ് ഇൻ ദ പ്രസന്റ് വിത്തൗട്ട് ഇന്റർപ്രിട്ടേഷൻ ഓർ ജഡ്ജ്മെന്റ്. ഇറ്റ്സ് എ പ്രോസസ് വെയർ യു ആർ കോൺഷ്യസ്ലി അവെയർ ഓഫ് വാട്ട് യു ആർ തിങ്കിങ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു അവബോധം, നമ്മുടെ വികാരങ്ങളെ കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചുമുള്ള ഒരു അവബോധം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ചിന്തകളെയും വികാരങ്ങളെയും മുൻവിധികളില്ലാതെ, ഒട്ടും വ്യാഖ്യാനിക്കാതെ അല്ലെങ്കിൽ വിശദീകരിക്കാതെ വർത്തമാനകാലത്ത് ബോധപൂർവം ശ്രദ്ധിക്കുന്ന പ്രക്രിയയാണ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, വാട്ട് ആം ഐ തിങ്കിങ്, ഹൗ ആം ഐ ഫീലിംഗ്, ഇഫ് യു ആർ നോട്ട് ഹാപ്പി വാട്ട് ഈസ് ട്രബിളിങ് മീ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. എല്ലാവരും ഒന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. കംഫർട്ടബിൾ ആണോ? ഓക്കെ, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിലപ്പോൾ നടുവൊക്കെ നോർത്തിരുന്ന് കാണും അല്ലെ. ചിലപ്പം കംഫർട്ടബിൾ ആയിട്ടല്ല ഇരുന്നിരുന്നത്. ദാറ്റ് മീൻസ് യു വെർ നോട്ട് അവെയർ ഓഫ് ഹൗ യു വെർ ഫീലിംഗ്. ചിലർ ചിലപ്പോൾ കംഫർട്ടബിൾ ആയിട്ടായിരുന്നായിരിക്കാം ഇരുന്നു കൊണ്ടിരുന്നത്. പക്ഷെ ചിലരൊക്കെ ഒന്ന് കുലുങ്ങിയിരിക്കുന്ന ചിലപ്പം കണ്ടപ്പോൾ നിങ്ങൾ വന്ന് കുലുങ്ങിയിരുന്നു. നോട്ട് ബീങ് അവെയർ ഓഫ് വാട്ട് വി ഡു. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞോളൂ. മിക്കപ്പോഴും പക്ഷെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഫീലിങ്സ് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അവബോധമില്ല. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രാഫിക് ലൈറ്റിലാണ്, സിഗ്നലിലാണ്, റെഡ് ലൈറ്റിലാണ്. റെഡ് ലൈറ്റിന്റെ സമയത്ത് ഹൗ ഡു വി ഫീൽ? വി ഫീൽ ലിറ്റിൽ, വാട്ട് ഷാൽ ഐ സേ, അൺകംഫർട്ടബിൾ അല്ലേ, ഇംപേഷ്യന്റ് ആകും. എത്ര സെക്കൻഡ് ആയിരിക്കും? മാക്സിമം 90 സെക്കൻഡ്സ് അല്ലെ. ആ 90 സെക്കൻഡ് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അല്ലെ. ഞാൻ പലപ്പോൾ നിൽക്കുമ്പോൾ ആ അക്ഷമനാകുമ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ തന്നെ ഓർമ്മിക്കും, ബോബി കാം മാൻ, ജസ്റ്റ് 90 സെക്കൻഡ്സ്. അപ്പൊ ആ അവയർനെസ്സിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇവിടെ വരെ പറഞ്ഞു, അടുത്തിലേക്ക് പോവാം. തിങ്കിങ് വിത്തൗട്ട് അവയർനെസ് ഈസ് ദ മെയിൻ ഡിലമ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. എക്കാർട്ട് ടോളെ പറഞ്ഞതാണ്. തിങ്കിങ് വിത്തൗട്ട് അവയർനെസ് ഈസ് ദ മെയിൻ ഡിലമ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. എക്കാർട്ട് ടോളെ. നമ്മൾ അറിയാതെ നമ്മുടെ തലയിൽ കൂടെ കടന്നു പോകുന്ന ആ ശബ്ദങ്ങൾ, അതാണ് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമെന്നാണ് എക്കാർട്ട് ടോളെ പറഞ്ഞിരിക്കുന്നത്. എക്കാർട്ട് ടോളെ നല്ലൊരു ഓതറാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ബുക്കിനെ കുറിച്ച് ഞാൻ അവസാനം പറയുന്നുണ്ട്. സോ ലെറ്റ് us go to the steps to develop awareness. നമുക്ക് എങ്ങനെ അവബോധം വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. കുറെ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. മെഡിറ്റേഷൻ, ഫീലിംഗ് ദ ഇന്നർ ബോഡി, ഇമോഷൻസ്, മൈൻഡ്ഫുൾ വാക്കിംഗ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, മൈൻഡ്ഫുൾ വേക്കിംഗ്, ബിഫ്രണ്ട് ദ പ്രസന്റ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് മെഡിറ്റേഷനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. മൈൻഡ്ഫുൾനെസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഇതിൽ ഏറ്റവും നല്ല മാർഗം മെഡിറ്റേഷൻ എന്നാണ് പറഞ്ഞത്. എന്താണ് മെഡിറ്റേഷൻ? നമുക്ക് മെഡിറ്റേഷനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്താണ്? എന്തെങ്കിലും പറയാം? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം എന്താണ് മെഡിറ്റേഷൻ? ആർക്ക് വേണം ഷെയർ ചെയ്യാം കേട്ടോ. എന്താണ് മെഡിറ്റേഷൻ? അല്ലെ എന്തിനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്?
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് കൊണ്ടുവരിക സർ. ഓക്കെ, ഗുഡ്. എന്തിനായിരിക്കും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക. വളരെ ശരിയാണ് സാർ പറഞ്ഞത്. എന്തിനായിരിക്കണം നമ്മൾ വർത്തമാനകാലത്തിലായിരിക്കുക, അതിൽ മാത്രം. ഭൂതവും ഭാവിയും നമ്മളെ അലട്ടാതിരിക്കുക. ഓക്കെ, ഗുഡ്. ഏകാഗ്രത കിട്ടാതെ വരുമ്പോൾ, ഒരു പ്രശ്നത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്താൽ അത് കിട്ടും. ഗുഡ് 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 ഗുഡ്. വേറെ വല്ല മൈൻഡ് കാം ആവാൻ. വെരി ഗുഡ്. അതാരാണ് പറഞ്ഞത്? ചന്ദ്രകല മാഡം അല്ലേ? ഓക്കെ ഓക്കെ, ഗുഡ്. ഫോർ എ ലേമാൻ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവസാനം പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്, മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ബാക്കി പറഞ്ഞെല്ലാം ശരിയാണ്. വിൻസെന്റ് സാർ പറഞ്ഞത് ശരിയാണ്. എന്താണ് മെഡിറ്റേഷൻ? സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇഫ് യു ആർ കോൺഷ്യസ്ലി ഫോക്കസിങ് യുവർ അറ്റൻഷൻ ഓൺ എ പർട്ടിക്കുലർ തിങ്, ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. നമ്മൾ നമ്മുടെ അറിവോടെ എന്തിലെങ്കിലും നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് മെഡിറ്റേഷൻ ആണ്. നമ്പർ ഓഫ് ഡെഫിനിഷൻസ് ആർ ദർ. പല ഡെഫിനിഷൻസ്, നിർവചനങ്ങളുണ്ട് മെഡിറ്റേഷനെ കുറിച്ച്. വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു ഡെഫിനിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇഫ് യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് യുവർ സെൽഫ്, ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. ഇറ്റ്സ് എ സിറ്റുവേഷൻ വേർ യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ, അതും മെഡിറ്റേഷന്റെ ഒരു നല്ല ഡെഫിനിഷനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അറിവോടെ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന വഴി നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു. ഫെയിന്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആർ ബീങ് റിലീസ് ഫ്രം അവർ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിൽ നിന്ന് ഫെയിന്റ് ആയിട്ടുള്ള വിദ്യുത് തരംഗങ്ങൾ നിർഗമിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൂഡ് മാറുന്നതനുസരിച്ച് ഈ ബ്രെയിൻ വേവ്സിന്റെ ഫ്രീക്വൻസി കൂടിയും കുറഞ്ഞും ഇരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ഈവൻ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ ബ്രെയിൻ വേവ്സിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ബ്രെയിൻ പൾസ് ആണ്, അതിനെ ബ്രെയിൻ വേവ്സ് എന്നാണ് വിളിക്കുന്നത്. അത് ജസ്റ്റ് ലൈക്ക് ഈ ECG പോലെ EEG എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അതുവഴി നമുക്ക് ഈ ബ്രെയിൻ വേവ്സിനെ അളക്കാൻ പറ്റും. അപ്പൊ അതിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ബീറ്റ വേവ്സ്, ആൽഫ വേവ്സ്, തീറ്റ വേവ്സ് ആൻഡ് ഡെൽറ്റ വേവ്സ്. 4ആണ്. മിക്കപ്പോഴും നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? വാട്ട് ഡു വി തിങ്ക് അബൌട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം? അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ മിക്കപ്പോഴും ചിന്തിക്കുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ? വരാൻ പോകുന്ന കാര്യങ്ങളെ, ഭാവിയെ കുറിച്ച്. ആരുടെ ഭാവിയെ കുറിച്ചാ? നമ്മുടെ ഭാവിയെ കുറിച്ചാണ് അല്ലേ? അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ചാണ് കൂടുതലും ചിന്തിക്കുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈം വി തിങ്ക് അബൌട്ട് അവേഴ്സ് ഓഫ്. ഞാന്, എന്റെ കാറ്, എന്റെ മോള്, എന്റെ 8:30ക്കുള്ള പിക്കപ്പ്, എന്റെ അത്താഴം, എന്റെ 8:30ക്ക് തുടങ്ങുന്ന വേറൊരു ട്രെയിനിങ്, അത് ലേറ്റ് ആകുമല്ലോ, ഞാൻ എന്നെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കും മിക്കപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുകയാണ്. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സമാധാനം. ഓക്കെ, പക്ഷെ മിക്കപ്പോഴും നമ്മുടെ ടെൻഡൻസി എന്താണ്? നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുക. ഇപ്പൊ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ പല വിധത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ബീറ്റ വേവ്സ് ടെൻഷനാണ്. മിക്കപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ഈ ബ്രെയിൻ വേവ്സ് ഒരു 14 ആൻഡ് എബവ്, 14 അതിൽ കൂടുതലോ സെക്കൻഡ്സ് ഫ്രീക്വൻസീസ് പെർ സെക്കൻഡ്, അതിനെയാണ് ബീറ്റ വേവ്സ് എന്ന് പറഞ്ഞത്. അതൊരു 40 വരുമ്പോഴാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. 14 ആൻഡ് എബവ് സൈക്കിൾസ്. മിക്കപ്പോഴും ഒരു സാധാരണ വ്യക്തി ബീറ്റ ലെവലിലായിരിക്കും. അവന്റെ വെഹിക്കിൾ സിറ്റുവേഷനിൽ ബീറ്റ ലെവലായിരിക്കും. എന്റെ ബ്രെയിൻ വേവ്സ് 14 അതിൽ കൂടുതലോ ആയിരിക്കും ഒരു സെക്കൻഡിൽ. അടുത്തത് ആൽഫ ലെവൽ. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥ, നമ്മൾ സമാധാനമായിട്ടിരിക്കുന്ന അവസ്ഥ, നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞ്, അല്ലെങ്കിൽ ദൈവവിശ്വാസികൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നല്ലൊരു സ്പിരിച്വൽ മെസ്സേജ് കേട്ട് കഴിഞ്ഞ്, അല്ലെങ്കിൽ നല്ലൊരു പ്രകൃതിയുമായിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല ഇഷ്ടഭോജ്യം, ബിരിയാണി ഇഷ്ടമെങ്കിൽ ബിരിയാണി കഴിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ഏർപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ആൽഫ ലെവലിലേക്ക് എത്തുന്നു. അതായത് 7 to 14 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് അതിന്റെ ബ്രെയിൻ പൾസിന്റെ ഫ്രീക്വൻസി. അപ്പം ആൽഫ ലെവലിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഗുണം, ഇപ്പം ജോസഫ് സാർ പറഞ്ഞു നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഗ്രാസ്പിംഗ് പവറിന്റെ ഓർമ്മശക്തിയൊക്കെ കുറയുന്നു. നമ്മൾ ആൽഫ ലെവലിലായിരിക്കുമ്പോൾ നമ്മുടെ ഗ്രാസ്പിംഗ് പവർ
വളരെ കൂടുതലായിരിക്കും. You will be more calm, peaceful, joyful, kind, loving, forgiving, etc. Alpha level. And you will be creative when you are in alpha level. And alpha level ആകുമ്പോൾ നമ്മുടെ ക്രിയാത്മകത വളരെയധികം കൂടും. സോ ആൽഫ ലെവൽ ആകാൻ വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നന്ദിയുള്ളവരായിട്ടിരിക്കുക. ദ ബെസ്റ്റ് വേ ടു റീച്ച് ആൽഫ ലെവൽ ഈസ് മെഡിറ്റേഷൻ. ആൽഫ ലെവലിൽ എത്താനുള്ള ഏറ്റവും നല്ല പ്രക്രിയയാണ് മെഡിറ്റേഷൻ. പല വിധത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. സാധാരണ മിക്ക മെഡിറ്റേഷൻസും ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള, കാരണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ബ്രീത്തിങ്. ജസ്റ്റ് ഫോക്കസിങ് ഓൺ അവർ ബ്രീത്തിങ്. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മെഡിറ്റേഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ബുക്കിന്റെ പേരാണ് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, ജോസ് സിൽവയാണ് മെയിൻ ഓഥർ. സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് മെഡിറ്റേഷനെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് എഴുതിയിട്ടുള്ള വളരെ നല്ലൊരു പുസ്തകമാണ് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് സയന്റിഫിക്കലി. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സസൈസ് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്. ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. എല്ലാവർക്കും ബാക്കൊക്കെ നൂർത്തിയിരിക്കാം. ഓക്കെ, നടുവൊക്കെ നടുവ് നൂർക്കുന്ന എന്തിനാണ്? ജസ്റ്റ് ടെല്ലിങ് യുവർ ബോഡി ദാറ്റ് യു ആർ ബീങ് സീരിയസ്. ഓക്കെ, എന്നിട്ട് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ശ്വാസം വലിച്ചു വിടുമ്പോൾ ഒരു കൗണ്ട്, അങ്ങനെ ഒരു 10 മുതൽ 1 വരെ എണ്ണുക എന്നുള്ളതാണ്. ശ്വാസം വലിച്ചു വിടുമ്പോൾ 10, വീണ്ടും ശ്വാസം വലിച്ചു വിടുമ്പോൾ 9, അങ്ങനെ 10 മുതൽ 1 വരെ ചെയ്യുക, കണ്ണടച്ച് പിടിച്ചോണ്ട്. ഓൾറൈറ്റ്, താങ്ക് യു. എല്ലാവർക്കും കണ്ണു തുറക്കാം. ഇത് നമ്മുടെ ഷോർട്ടേജ് ഓഫ് ടൈം കാരണമാണ് ഞാൻ 10 മുതൽ 1 വരെ ചെയ്യാൻ പറഞ്ഞത്. ഇത് റെഗുലർ ആയിട്ട് ആദ്യത്തെ ഒരു 10 ദിവസം 100 മുതൽ 1 വരെ ചെയ്യുക. ഓക്കെ, 100 മുതൽ 1 വരെ എന്ന് പറഞ്ഞാൽ ശ്വാസം വലിച്ചു വിടാൻ ചിലപ്പോൾ 2 സെക്കൻഡ് ആയിരിക്കും എടുക്കുന്നത്, മാക്സിമം 3 സെക്കൻഡ്. അപ്പൊ 100 മുതൽ 1 വരെ എന്ന് പറഞ്ഞാൽ 300 സെക്കൻഡ്. 300 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് രാവിലെ ചെയ്യുകയാണെങ്കിൽ യു വിൽ റീച്ച് ആൽഫ ലെവൽ. ഓക്കെ, ആൽഫ ലെവലിൽ എത്തിയിരിക്കും. 10 ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. 11ാം ദിവസം മുതൽ 50 മുതൽ 1 വരെ ചെയ്താൽ മതി. ഞാൻ സാധാരണ എന്തെങ്കിലും എനിക്ക് മനസ്സ് റിലാക്സ് ആകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ ഈ ട്രെയിനിങ്ങിന് മുമ്പ് ഞാനൊരു 30 മുതൽ 1 വരെ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിരുന്നു, ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്തിരുന്നു. എനിക്ക് 30 മുതൽ 1 വരെ ചെയ്താൽ മതി, ഐ വിൽ റീച്ച് ആൽഫ ലെവൽ. ഓക്കെ, സോ വി ക്യാൻ പ്രാക്ടീസ് ദാറ്റ്. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കാം. ഒരു മെഡിറ്റേഷൻ കൂടെ ചിത്ത മെഡിറ്റേഷൻ ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കാരണം അവസാനം ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടെങ്കിൽ പോലും സമയം കാണത്തില്ല അവസാനം. അത് കാരണമാണ്. ഇതുവരെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറയാം. അതർവൈസ് ഐ വിൽ പ്രൊസീഡ്. സർ, ഇപ്പൊ ചെയ്ത മെഡിറ്റേഷൻ അതിന് പ്രത്യേക പേരുണ്ടോ? അതിന് ബ്രീത്തിങ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ വേറൊരു വാക്കുണ്ട്, വിപാസന മെഡിറ്റേഷൻ എന്നും പറയാറുണ്ട്. വിപാസന അതിന്റെ ഒരു കാറ്റഗറിയാണ്. ബ്രീത്തിങ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ വിപാസന മെഡിറ്റേഷൻ എന്ന് വേണേൽ പേരിടാം. ഓക്കെ, ബ്രീത്തിങ്ങിൽ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക എന്നതാണ്. ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ വി നീഡ് ടു ഈവൻ നമ്മൾ വലിക്കുന്ന തണുത്ത എയർ യു ഷുഡ് ഫീൽ. അകത്തേക്ക് പോകുന്ന കാര്യങ്ങൾ, തിരിച്ച് പുറത്തേക്ക് വിടുമ്പോഴുള്ള ആ വാം എയർ, ഇതെല്ലാം ഒന്ന് ഫീൽ ചെയ്തുകൊണ്ട് വി ആർ ഫോക്കസിങ് ഓൺ ദാറ്റ്. അപ്പൊ നമ്മൾ വേറെ ഒന്നിനും നമ്മുടെ ശ്രദ്ധ വരത്തില്ല, മറ്റ് ചിന്തകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഗുഡ്. എനി അതർ ക്വസ്റ്റ്യൻ? വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഓൾറൈറ്റ്, അടുത്ത ഒരു മെഡിറ്റേഷൻ കൂടെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ മിക്കപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്, നല്ല മനോഭാവം ഉണ്ടായിരിക്കണം. ഈ നല്ല മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊന്നുമല്ല, നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം. ഹൗ വി അപ്രോച്ച് എ സിറ്റുവേഷൻ. ഓക്കെ, വാട്ട് വി തിങ്ക് അബൌട്ട് ദാറ്റ്, ഹൗ വി പെർസീവ് എ സിറ്റുവേഷൻ. നമ്മുടെ സമീപനം, കാഴ്ചപ്പാട്, ചിന്താഗതി, ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ നല്ലൊരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? നല്ലത് ചിന്തിക്കുന്ന വഴി. ആസ് സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ? നമുക്ക്
നല്ലത് ചിന്തിക്കുന്നത് വഴി നല്ല മനോഭാവം വളർത്തിയെടുക്കാൻ പറ്റും. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് ഈസി ടു തിങ്ക് പോസിറ്റീവ്? നല്ലത് ചിന്തിക്കുക എന്നുള്ള എളുപ്പമുള്ള കാര്യമാണ്. By practice we can do. Through practice you can do it. പോൾ സാറ് തലയാട്ടി ഇങ്ങനെ എളുപ്പമല്ല. കാരണം നമ്മുടെ മനസ്സിൽ കൂടെ ഒത്തിരി ചിന്തകൾ കടന്നു. ഒരു ദിവസം എത്ര ചിന്തകൾ കടന്നു പോകുന്നറിയോ? ആയിരക്കണക്കിനാണ്, 10,000-കണക്കിനാണ്. ഏതൊരു ബുക്ക് വായിച്ചാണ് അറൌണ്ട് 50,000 to 60,000 തോട്ട്സ് ഗോ ത്രൂ അവർ മൈൻഡ് ഇൻ എ ഡേ. ഒരു 50,000 മുതൽ 60,000 വരെ ചിന്തകൾ വേണേൽ കടന്നു പോകാം നമ്മുടെ മനസ്സിൽ കൂടെ ഒരു ദിവസം. അതിൽ ഭൂരിഭാഗം ചിന്തകളും ഒന്ന് നമ്മൾ അറിയാതെ വരുന്ന ചിന്തകളാണ്. വി ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ്. ഇൻവോളണ്ടറി ആണ്. അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പൽസീവ് ആയിരിക്കും, അഡിക്റ്റീവ്, ഒരു ശീലം പോലെ വരികയാണ്. നമ്മൾ ചിന്തിക്കുന്നതിൽ 90% കൂടുതൽ ചിന്തകളും ഒന്നെങ്കിൽ നമ്മൾ അറിയാതെ ചിന്തിക്കുകയാണ്, അറിയാതെ വരുന്ന ചിന്തകളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അഡിക്റ്റീവ് ആയിരിക്കും. അപ്പൊ എങ്ങനെ ഈ നെഗറ്റീവ് ചിന്തിക്കുന്നത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് ടെക്നിക്സ്. ഇറ്റ് ഈസ് കോൾഡ് ചിത്ത മെഡിറ്റേഷൻ ഓർ തോട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ചിത്ത മെഡിറ്റേഷൻ ഓർ തോട്ട് മെഡിറ്റേഷൻ. നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തലയ്ക്കുള്ളിൽ വരുന്ന ആ ശബ്ദം ഉണ്ടല്ലോ, അതിനെ നിരീക്ഷിക്കുക എന്നുള്ളത്. നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തു നോക്കാം. 10 സെക്കൻഡ് നേരം നമ്മൾ കണ്ണടച്ച് നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഒരു തേർഡ് പാർട്ടി പോലെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഞാൻ ചോദിക്കും കേട്ടോ എന്തൊക്കെ ചിന്തകൾ വരുമെന്ന്. 10 സെക്കൻഡ്. ടൈം സ്റ്റാർട്ട്സ് നൗ. കണ്ണടച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യൊന്നും വേണ്ട. നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? നമുക്ക് കണ്ണുകൾ തുറക്കാം. എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വന്നോ? ഞാൻ ഉലഹന്നൻ സാറിനോടും ചോദിക്കട്ടെ. വീഡിയോ ഓൺ ചെയ്ത സാറിനോട് നന്ദിപൂർവ്വം ചോദിക്കുകയാണ്. സാറിന് ചിന്തകളൊക്കെ വന്നോ? എന്തെങ്കിലും ചിന്തകൾ വന്നോ? തോട്ട്സ് വന്നോ? കണ്ണടച്ചിരുന്നപ്പോ ചിന്തകൾ വന്നു. നമ്മുടെ ചിന്തയെന്ന് പറയുന്നത് നാളെ ഒരു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള പ്രിപ്പറേഷൻ നടന്നില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ എന്ന് മനസ്സിനെ സമാധാനിപ്പിച്ചു. ഓക്കെ, വേറെ വല്ല ചിന്തകളും വന്നോ സാറിന്? ഇതോ മാത്രം വന്നുള്ളോ? സാർ കേട്ടില്ല, മാത്രമേ വന്നുള്ളൂ. ഓക്കെ, ഗുഡ്, താങ്ക് യു സാർ. ശരിക്കും ഇനി മറ്റുള്ളവരോട് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയക്കുറവാണെന്ന് ചോദിക്കുന്നില്ല. ശരിക്കും കണക്കനുസരിച്ച് 1 സെക്കൻഡിൽ ഒരു ചിന്ത വെച്ച് വരും എന്നാ പറയുന്നത് ഏതാണ്ട്. കാരണം ഒരു ദിവസം ഏതാണ്ട് 86,400 സെക്കൻഡാ ഉള്ളത്. അതിൽ കുറെ നേരം നമ്മൾ ഉറങ്ങും അല്ലെ? ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങും. പിന്നെയും ഈ 50,000 മുതൽ 60,000 വരെ ചിന്തകൾ വരുമെങ്കിൽ ഏതാണ്ട് ഒരു ആവറേജ് 1 സെക്കൻഡിൽ ഒരു ചിന്ത വരും. അപ്പൊ നമ്മളിപ്പോ ഒരു 10 സെക്കൻഡ് കണ്ണടച്ചിരുന്നു അല്ലെ? ഏതാണ്ട് ഒരു 10 സെക്കൻഡ്. അപ്പൊ കണക്കനുസരിച്ച് ഒരു 10 ചിന്തകളെല്ലാം വരണമായിരുന്നു, പക്ഷെ വന്നില്ല. അതാണ് അതിന്റെ ഗുണം. ദാറ്റ് ഈസ് ഇറ്റ്സ് ബെനിഫിറ്റ്. നമ്മൾ നമ്മുടെ തലയിലുള്ള ഈ ശബ്ദത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിന്തകളെ ഒബ്സർവ് ചെയ്യുമ്പോൾ, അനാവശ്യ ചിന്തകൾ അധികം വരത്തില്ല. ഓക്കെ, ഞാൻ നെഗറ്റീവ് ചിന്തിക്കുകയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. നെഗറ്റീവ് ചിന്തകൾ തന്നെ വരും. അതൊരു മഞ്ഞ കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അത് കാരണം മുൻവിധി ഇല്ലാതെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അതാണ് നമ്മൾ ആദ്യം ആ ഡെഫിനിഷൻ കണ്ടത്. വിത്തൗട്ട് ജഡ്ജ്മെന്റൽ, ജസ്റ്റ് ഒബ്സർവ് യുവർ തോട്ട്സ്. ഓക്കെ, ഇത് സംതിങ് ലൈക്ക് ദിസ്. ഒരു എലിമാളത്തിൽ ഒരു എലി ഒളിച്ചിരിക്കുകയാണ്. എലിമാളത്തിൽ എലി ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ മാളത്തിന്റെ വെളി പൂച്ച ഉണ്ട്, വെയിറ്റ് ചെയ്യാണ് എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എലിക്കറിയാം പൂച്ച വെളിയിലുണ്ടെന്ന്. അപ്പൊ എലി വെളിയിലേക്ക് വരുമോ? വരികയല്ലോ അല്ലെ? അതുപോലെയാണ് നമ്മൾ ഈ മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ അനാവശ്യ ചിന്തകളുടെ എണ്ണം കുറയും. ഓക്കെ, സോ ദിസ് പ്രാക്ടീസ്, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ചിത്ത മെഡിറ്റേഷൻ, ഇറ്റ്സ് നോട്ട് ഈസി. ഞാനിത് എത്രയാ 20 കൊല്ലം മുമ്പ് പഠിച്ച കാര്യമാണ്, ഏതാണ്ട് 20 കൊല്ലം മുമ്പ്. ഇപ്പോഴും ഈ കാര്യത്തിൽ ഞാൻ അത് കൺട്രോൾ ആയിട്ടില്ല. എനിക്ക് അനാവശ്യ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ക്രിട്ടിക്കൽ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും, വിമർശനമായിട്ടുള്ള ബുദ്ധികൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതിനുള്ള ഗുണം എന്താണ്? എത്രയും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുന്നത്. ദാറ്റ്സ് ഇനഫ്, നമ്മൾ രക്ഷപ്പെട്ടു.
ഞാൻ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർത്താൻ മതില്ല. വൈഫിനോട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്റെ തെറ്റാന്ന് പറയുമ്പോൾ അന്നേരം ഞാൻ നിർത്തും എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മനസ്സിലാകുകയാണ് എനിക്ക് അരിശം വരുന്നു, നമുക്ക് മനസ്സിലാകുകയാണ് എനിക്ക് അഹങ്കാരം വന്നു, മനസ്സിലാകുകയാണ് എനിക്ക് അരിശം വന്നു. ദാറ്റ്സ് ഇറ്റ്, നമ്മൾ രക്ഷപ്പെട്ടു. യു ആർ ഇൻ ദ പാത്ത് ടു എൻലൈറ്റ്മെന്റ് എന്ന് പറയാം. ചിലര് കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് ഇടും, അതിന് പേരിട്ടിട്ടുണ്ട് ലാബ്, ലക്കി അലാം ബാൻഡ്. കയ്യില് റബ്ബർ ബാൻഡ് ഇടും, എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ് നെഗറ്റീവ് ചിന്തിക്കുന്നു വിചാരിക്കും. എന്ത് ചെയ്യുന്നറിയോ? ആ റബ്ബർ ബാൻഡ് ഒന്ന് വലിച്ചു വിടും, കുറച്ച് വേദന വരും. ഓക്കെ, അപ്പൊ പല കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്രീത്തിങ് മെഡിറ്റേഷൻ, ചിത്ത മെഡിറ്റേഷൻ. ഇത് ഗ്രാജുവലി യു വിൽ ഡെവലപ്പ് അവയർനെസ്. വർഷങ്ങൾ എടുക്കും കേട്ടോ, പക്ഷെ സ്റ്റാർട്ട്. ഇറ്റ്സ് നെവർ ടു ലേറ്റ്. സ്റ്റാർട്ട്, ബിഗിൻ ആൻഡ് ദ വർക്ക് വിൽ ബി ഡൺ എന്ന് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ആസ്ക് യുവേഴ്സ്, വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഹാപ്പി ആണോ, ഞാൻ ഹാപ്പി അല്ലെങ്കിൽ എന്താണ് എന്നെ ട്രബിൾ ചെയ്തത്, വാട്ട് ഈസ് ട്രബിളിങ് മീ. ഓക്കെ, പലവിധ ചോദ്യങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വരുമ്പോൾ അതിനൊരു ഉത്തരം കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് കിടക്കാം. നമ്മുടെ സമയം എടുത്തുകൊണ്ടിരിക്കുന്നു. ചോദ്യങ്ങൾ വല്ലതും ഉണ്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു. തോട്ട് മെഡിറ്റേഷൻ, ഫീലിംഗ് ദ ഇന്നർ ബോഡി. ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ് സമയക്കുറവ് കാരണം. നിങ്ങൾക്ക് യോഗ ചെയ്തിട്ടുള്ളവർ ശവാസനയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, അതിനെക്കുറിച്ചുള്ളതാണ്. അത് നമുക്ക് മൈൻഡ്ഫുൾനെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശവാസന ചെയ്യുന്നത് നമ്മുടെ ഇന്നർ ബോഡി, ശരീരത്തിന്റെ അകത്തേക്ക് പോകുന്ന നമ്മുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തിലേക്ക് പോകണം മൈൻഡ്ഫുൾ വാക്കിംഗ്, പിന്നെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, മൈൻഡ്ഫുൾ വേക്കിംഗ്. നിങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ എനിക്കിഷ്ടം. മൈൻഡ്ഫുൾ വാക്കിംഗ്, നമ്മൾ നടക്കുമ്പോൾ ചുറ്റുപാടൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുക. ഓക്കെ, വഴിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ ചെടികൾ, പൂക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈവൻ നമ്മൾ നമ്മുടെ ബാത്റൂമിലെ നമ്മുടെ ടൈൽസിന്റെ കളർ പോലും നമുക്ക് അറിയത്തില്ലായിരിക്കും. ഓക്കെ, അടുത്ത ബാത്റൂമിൽ പോയി നോക്കുക, ഓ ടൈൽസിന്റെ കളർ ഏതാണ്, ഡോറിന്റെ കഥ ഏതാണ്, എത്ര ഹൈറ്റ് വരെ ടൈൽസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാണുമോ? പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക. ഈവൻ നമ്മൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ മൈൻഡ്ഫുൾ ഡ്രിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രുചിച്ചു കുടിക്കുക, സാവധാനം, ടേക്ക് ടൈം. ഭക്ഷണം കഴിക്കുമ്പോൾ ഈവൻ ഒരു മുന്തിരിങ്ങ കഴിക്കാൻ തന്നെ ഒരു മുന്തിരിങ്ങ മൈൻഡ്ഫുൾ ഈറ്റിംഗ് കഴിച്ചു നോക്കുക, യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ഭക്ഷണം കഴിക്കുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് ഓക്കെ കുറച്ച് സമയമെടുത്ത് എൻജോയ് ചെയ്യുക. എന്ത് ചെയ്യുന്നു ആ കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് മൈൻഡ്ഫുൾ വേക്കിംഗ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, സാധാരണ നമ്മൾ രാവിലെ കേൾക്കുമ്പോൾ ചിലർ പ്രാർത്ഥിക്കുമായിരിക്കും അല്ലേ, ചിലർ അലാറം വെച്ചായിരിക്കും കേൾക്കുന്നത്, അലാറം ഓഫ് ചെയ്തിട്ട് ചിലപ്പോൾ വീണ്ടും കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ സ്നൂസ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് കിടക്കുമായിരിക്കും. ഞാൻ സാധാരണ രാവിലെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു ചെല്ലാണ്. W. വെയിൻ ഡയർ ഏതൊരു ബുക്കിൽ എഴുതാണ്, ലൈഫ് ഈസ് ഗുഡ്, ലൈഫ് ഈസ് ഗ്രേറ്റ്, ഐ ലവ് ഇറ്റ്. രാവിലെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഇതാണ്, ഞാനത് പറയാറുണ്ട്, ലൈഫ് ഈസ് ഗുഡ്, ലൈഫ് ഈസ് ഗ്രേറ്റ്, ഐ ലവ് ഇറ്റ്. പിന്നെ ഈയിടെ പോലെ ചെയ്തു തുടങ്ങിയൊരു കാര്യമാണ് മൈൻഡ്ഫുൾ വേക്കിങ്ങിൽ ഏറ്റു കഴിയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ആ ഷീറ്റ് മടക്കി വെക്കുക എന്നുള്ളതാണ്, പുതപ്പ്, സന്തോഷത്തോടെ. സോ എനിക്ക് നല്ലപോലെ ഉറങ്ങാൻ തന്ന ബെഡ്, ഓക്കെ താങ്ക് യു, നന്ദിപൂർവ്വം ആ ഷീറ്റ് ഒന്ന് മടക്കി വെക്കുക. നന്ദിപൂർവ്വം ആയിരിക്കണം കേട്ടോ. എനിക്കത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് ചെയ്യുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്ദിപൂർവ്വം ശ്രദ്ധിച്ച് ആ ഷീറ്റ് മടക്കി വെക്കുന്നു. വേക്ക്ഫുൾ, ഓക്കെ മൈൻഡ്ഫുൾ വേക്കിംഗ്. റൈറ്റ്, ലാസ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. ഇതുവരെയുള്ള ചോദ്യം വല്ലാണ്ട് ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഞാൻ 8 മണിക്ക് ഞാൻ ലീവ് ചെയ്യുന്നതായിരിക്കും. അത് കാരണം another few minutes only. Let us complete the PPT. മൈൻഡ്ഫുൾ വേക്കിംഗ് പറഞ്ഞു. ബിഫ്രണ്ട് ദ പ്രസന്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യം. ബി എ ഫ്രണ്ട് ടു ദ പ്രസന്റ്. നൗ നമുക്ക് ഭാവി ശരിക്കും ഇല്ല, ഭാവിയും ഭൂതവും ഇല്ല, പ്രസന്റ് മാത്രമേ ഉള്ളൂ അല്ലേ. ശരിക്കും ഭൂതകാലം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കാര്യമാണ്, ഭാവിയും എന്താണ്, നൗ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ. ഭാവി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയം. അപ്പൊ ഇപ്പോഴത്തെ സമയം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഡോണ്ട് റെസിസ്റ്റ് ദ പ്രസന്റ്. മിക്കപ്പോഴും നമ്മുടെ ടെൻഡൻസി എന്താണ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. വെൻ യു റെസിസ്റ്റ് ഇറ്റ് പെർസിസ്റ്റ് എന്നാ പറയുന്നത്. സോ ഡോണ്ട് റെസിസ്റ്റ് ദ പ്രസന്റ്. വർത്തമാനകാലത്തെ അങ്ങ് നിരാകരിക്കരുത്.
ഫോർ എക്സാമ്പിൾ തലവേദന വരുവാന്ന് ചോദിച്ചു. നമുക്ക് തലവേദന ആകുമ്പോൾ നമ്മൾ എനിക്ക് തലവേദന എന്ന് പറഞ്ഞ് ഇങ്ങനെ കടിച്ചു പിടിച്ചിരുന്ന എന്ത് സംഭവിക്കും? തലവേദന പോവോ? തലവേദന കൂടുകയുള്ളൂ. ഓക്കെ, ആ തലവേദന ഒന്നങ്ങ് സ്വീകരിച്ചു നോക്കി. ജസ്റ്റ് ഒബ്സർവ് യുവർ ഹെഡ് ഏക്ക്. അത് ഞാനൊരു 15 വർഷം മുമ്പ് ഒരു സുഹാനി ഷാ എന്ന് പറഞ്ഞൊരു ഹിപ്നോട്ടിസ്റ്റ് ആൻഡ് റൈറ്റർ മജീഷ്യൻ, സുഹാനി ഷാ പറഞ്ഞാണ്. പുള്ളിക്ക് നടുവേദന ഉണ്ടായിരുന്നു. പല ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും ഈ നടുവേദന പോകുന്നില്ല. അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞു, നെക്സ്റ്റ് ടൈം വെൻ യു ഗെറ്റ് ദിസ് ബാക്ക് ഏക്ക് ജസ്റ്റ് ഒബ്സർവ് ഇറ്റ് ആൻഡ് ദാറ്റ്സ് ഓൾ. അടുത്താണ് നിങ്ങൾക്ക് ബാക്ക് ഏക്ക് വരുമ്പോൾ അതിനെ ഒന്ന് നിരീക്ഷിക്കുക. ഈ സുഹാനി ഷാ അത് ചെയ്തപ്പം വർഷങ്ങളായിട്ടുള്ള പുള്ളിയുടെ നടുവേദന പോയെന്നാ പറഞ്ഞു, മാറിയെന്നാ പറഞ്ഞു. കാരണം നമ്മുടെ ബോഡി നമുക്ക് ഓരോ ഹിന്റ് തരുന്നതാണ് ഈ തലവേദനയും നടുവേദനയൊക്കെ. അപ്പൊ ആ നടുവേദന അങ്ങ് നിരീക്ഷിച്ച് അതിനെ അങ്ങ് സ്വീകരിച്ച് റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നടുവേദന പോയെന്നാ പറഞ്ഞു. അത് കാരണം വർത്തമാന കാലത്തെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഈസ് യുവർ പ്രസന്റ് എ ഫ്രണ്ട് ഓഫ് യുവേഴ്സ്? ഇപ്പോഴത്തെ സമയം നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. വർത്തമാന കാലത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, റിസീവ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ സമയം എത്തിയിരിക്കുന്നു. ലാസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. കുറച്ച് ബുക്സ് ആണ്, വായന താല്പര്യമുള്ളവർ നോട്ട് ചെയ്തോളൂ. എക്കാർട്ട് ടോളയുടെ ദ പവർ ഓഫ് നൗ, ആൻ എക്സലന്റ് ബുക്ക് ഓൺ ലിവിങ് ഇൻ ദ പ്രസന്റ്. ഞാനിതൊരു 10 വർഷം മുമ്പ് മേടിച്ച പുസ്തകമാണ്. ഇപ്പൊ 5ാമത്തെ തവണ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 4 തവണ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ പുതിയ ഇൻസൈറ്റ് ഒക്കെയാണ്. വളരെ ഡീപ്പാണ്. വീണ്ടും എ ന്യൂ എർത്ത് അഗെയിൻ റിട്ടൺ ബൈ എക്കാർട്ട് ടോളെ. അടുത്ത പുസ്തകം മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ്, അലഞ്ഞു തിരിയാത്ത മനസ്സ്. ഞാനത് വായിച്ചിട്ടില്ല കേട്ടോ, വായിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്സാണ്. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഞാൻ വായിച്ചില്ല ആ ബുക്ക്. അടുത്ത ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. വേറെവർ യു ഗോ ദേർ യു ആർ. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ള പുസ്തകമാണ്. ജോൺ കബാത്-സിന്നിന്റെ മിറാക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ്, ടിക് നാറ്റ് ഹാൻ എഴുതിയിട്ടുള്ളതാണ്. ഈ 3 പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് കാരണം എഴുതിയിരിക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ബുക്ക് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ്, ജോസ് സിൽവ. പിന്നെ യോഗയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് യോഗ ഫോർ ഹെൽത്ത് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, റിട്ടൺ ബൈ ഡോക്ടർ ജി ഫ്രാൻസിസ് സേവിയർ. പുസ്തക് മഹൽ പബ്ലിക്കേഷന്റെ ആണ്. 160 രൂപ എങ്ങാണ്ട് വിലയുള്ളൂ. ഏതാണ്ട് ഒരു 120ഓളം പേജുകളുള്ള ഒരു ബുക്കാണ്. ഈ ബുക്ക് എഴുതാൻ വേണ്ടി അദ്ദേഹം ബിബ്ലിയോഗ്രഫി ഞാൻ നോക്കിയപ്പോൾ 120ൽ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് അദ്ദേഹം ഈ ബുക്ക് എഴുതിയത്. He has read more than 120 books on yoga to write this book. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയേക്കുന്ന ബുക്കാണ്. യോഗ ഫോർ ഹെൽത്ത് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, റിട്ടൺ ബൈ ഡോക്ടർ ജി ഫ്രാൻസിസ് സേവിയർ. അപ്പോൾ എന്റെ സമയമായിരിക്കുന്നു. ബി ഹാപ്പി, ബി ജോളി, ബി ചിയർഫുൾ. താങ്ക് യു. എന്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. 9495382622. ഓക്കെ, താങ്ക് യു. 1 മിനിറ്റ് വല്ലതും വല്ല ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. അല്ലേ, വളരെ ക്രിസ്പ് അല്ലേ, വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ. സാധാരണ നമുക്ക് 1 മണിക്കൂർ കൂടുതലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് വളരെ പ്രസക്തമായ കാര്യങ്ങൾ മാത്രം എക്സാമ്പിൾ സഹിതം നന്നായിട്ട് രസകരമായിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ബോബി സാറ് അവതരിപ്പിച്ചത്. കൂടുതൽ അറിയാൻ അദ്ദേഹം പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്. പുസ്തകങ്ങൾക്ക് വാങ്ങി വായിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് അറിയാനും കഴിയുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വളരെ പെട്ടെന്ന് ചോദിച്ചിട്ട് വേണം അദ്ദേഹത്തിന് പോകണം എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അതായത് നമ്മള് പ്രസന്റിലായിരിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കിട്ടുന്നത് നമുക്കൊരു പീസ്ഫുൾ സിറ്റുവേഷനാണ്, മനസ്സിന് ആരോഗ്യകരമായ ഒരു അവസ്ഥ കിട്ടുന്നത് അല്ലേ? അതെ. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ പല തരത്തിലും ആളുകൾക്ക് പ്രസന്റിലായിരിക്കാൻ സാധിക്കില്ല. വിർച്വൽ വേൾഡിൽ പോകണം. ഇപ്പൊ തന്നെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർ ഇവിടെ ഇരുന്നു കൊണ്ട് കഴിഞ്ഞു പോയതും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞത് ഈ പ്രസന്റിൽ ആണോ ഫ്യൂച്ചറിലാണോ എന്നുള്ള ഒരു ചിന്ത, അതിനെന്ത് മറുപടി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, ഇറ്റ് നീഡ്സ് ട്രമെൻഡസ് എഫേർട്ട് ആൻഡ് കണ്ടിന്യൂസ് എഫേർട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 20 കൊല്ലം മുമ്പാണ് ഈ ചിന്തയെ നിരീക്ഷിക്കുന്ന കാര്യം പറഞ്ഞ്. 20 കൊല്ലമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്. ത്രൂ റെഗുലർ പ്രാക്ടീസ് നമുക്ക് അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
ഇറ്റ്സ് ഓൾ അബൌട്ട് അവയർനെസ്. ഓക്കെ, എനിക്ക് അതിശം വരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അത്രയാണ് എനിക്ക് ആ സാറിന്റെ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു സീരിയസ് ആയ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വരാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ചിന്തിക്കരുതെന്നല്ല, പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കണം. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്നല്ല പറയുന്നത്, അതിന് സൊല്യൂഷൻ കണ്ടെടുക്കണം. അത് നമ്മളെ കൺട്രോൾ ചെയ്യരുത്. അതിനെക്കുറിച്ച് പ്രശ്നങ്ങൾ വരും, ആ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കാണുക, അതിന്റെ സൊല്യൂഷൻ. ചിന്തിക്കരുതെന്നല്ല പറയുന്നത്. എന്നെ കേൾക്കുന്നുണ്ട്? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ സർ? അതായത് നമ്മുടെ തലയിലൂടെ എണ്ണമറ്റ ചിന്തകൾ പോകുന്നുണ്ട്. അതിൽ നെഗറ്റീവ് ചിന്തകളുടെ അളവാണ് കൂടുതൽ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്താൽ പോലെ. കടൽ തിരകളെ താങ്ങി നിർത്താൻ വേണ്ടി നമ്മുടെ ജീവിതം മുഴുവൻ കടലിൽ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളാണെങ്കിൽ അതിനെ വിട്ടേക്കുക, നമുക്ക് ടെൻഷൻ ഒന്നും ഇപ്പൊ ഉണ്ടാവില്ലല്ലോ. അത് തന്നെ, നമ്മൾ അതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാവുക. അതല്ല ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ചിന്തകൾ വരരുതെന്നല്ല പറയുന്നത്, ഒന്നും പോയിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കണം. ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും, അതിനൊരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. അല്ലെങ്കിൽ അതിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നു. നമ്മൾ തന്നെ ഒരു ഉത്തരം കൊടുത്തു. ഗുഡ്, നല്ല ചോദ്യമാണ്. നന്ദി പറയാം അല്ലേ, അല്ലെങ്കിൽ സാറിന് പോകാൻ പറ്റില്ല. താങ്ക് യു. മാഡം. താങ്ക് യു. ആദ്യം തന്നെ നമ്മുടെ ഈ ഉറവ് എന്ന വെബിനാറിൽ ഈ മാസം ഇത് സമയബന്ധിതമായി ഇത് നടത്താൻ നമ്മളെ അതായത് മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ബോധവൽക്കരിച്ച ബോബി സാറിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. സാറിന്റെ ആ ടോക്ക് വളരെ നല്ല രീതിയിൽ, അതായത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ആ ലിവിങ് ഇൻ ദ പ്രസന്റ് വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് നമ്മുടെ ഈ വെബിനാർ ഈ മാസം ഇത്ര കൃത്യമായിട്ട് നമ്മളെ ബോധവൽക്കരിക്കാനായിട്ട് ജോസഫ് സാറിന്റെ ആ ഒരു സമയബന്ധിതമായിട്ടുള്ള സാറിന്റെ ഇടപെടൽ, അത് ശരിക്കും പറയുകയാണെങ്കിൽ സാറ് വളരെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്ന് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന് സാറിന് ഈ ഒരു സമയബന്ധിതമായിട്ട് തന്നെ സാറ് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ പോകുന്നത്. അതുപോലെ നമ്മുടെ ട്രഷറർ ആയ പോൾ പടയാട്ടി സാർ, KCTU EKM ട്രഷറർ സാറ് നമ്മുടെ ഈ ഇടയ്ക്ക് നടന്ന ആ ഒരു വെബിനാറിൽ സാർ എത്ര നന്നായിട്ടാണെന്നറിയോ എല്ലാ കാര്യങ്ങളും വളരെ, അതായത് സാക്ഷിഭാവത്തിലായിരുന്നു സാർ അത് ചെയ്തിരുന്നത്. ഒരു ഇതും ഇല്ല, അന്നുള്ള റെക്കോർഡിങ് അന്നന്ന് അത് എത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർക്ക് ഇത്ര എനിക്കൊക്കെ മറവി ഉണ്ടാവാറുണ്ട്, പക്ഷെ സാറ് എന്ത് നന്നായിട്ടാണെന്നറിയോ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഈ സീനിയേഴ്സ് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന് വളരെ, അതായത് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും വില പിടിച്ച സമയം, ഈ തിരക്കുള്ള സാറിന്റെ ആദ്യത്തെ സ്ലൈഡ് ഞാൻ ഓർക്കുന്നു. നമ്മള് ഈ തിരക്കുള്ള ഈ ജീവിതത്തില് നമ്മുടെ ഈ മൈൻഡ്ഫുൾനെസ്, ഹാപ്പി ആവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും പേരും അവരുടെ വില പിടിച്ച സമയം ഇത് ചെയ്ത് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നത്. അങ്ങനെ ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വളരെ ഇടതടവൊന്നും ഇല്ലാതെ വളരെ നന്നായിട്ട് ഈ സെഷൻ കൊണ്ടുപോവാൻ നമുക്ക് അനുഗ്രഹിച്ച ജഗദീശ്വരനോടും നന്ദി പറയുന്നു. എല്ലാവരോടും ഈ അടുത്ത വെബിനാർ ഇതിനേക്കാൾ മനോഹരമാകട്ടെ. 74ഉം 75 നമുക്ക് വളരെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ജോസഫ് സാർ പറഞ്ഞു.
തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഉണ്ട് സാറിന്റെ കൂടെ. സാറ് ഞങ്ങളെ മുമ്പോട്ട് നയിച്ചാൽ മതി. അതുപോലെ ബോബി ജോസ് സാറിന്റെ ആ സ്ലൈഡ്സ് എക്സ്ട്രീംലി ഓരോന്നും ഓരോ വാക്കുകളും സാറിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇനിയും ഞങ്ങളെ ഈ മൈൻഡ്ഫുൾനെസ് എന്ന ടോപ്പിക്കിന്റെ, അതായത് അത് നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു സെഷനുമായിട്ട് സാർ വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ.